ഹായ് ഫ്രണ്ട്സ്, ഷുഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ആട്ടിൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. പണ്ടുള്ള നമ്മുടെ ഉമ്മമാരും ഉമ്മമാരൊക്കെ വെച്ചിട്ടുള്ള അതേ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞാനിതിലേക്ക് ഒരുപാട് സ്പൈസസും കാര്യങ്ങളൊന്നും ചേർത്തില്ല. ഇപ്പോൾ എല്ലാത്തിലും നമ്മൾ ഗരം മസാല അതുപോലുള്ള സ്പൈസസ് ഒക്കെ ചേർക്കുമല്ലോ. ഇതൊന്നും ചേർക്കാതെ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 1 കിലോ ആടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മറ്റുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 15 അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരു 10-15 അല്ലി വെളുത്തുള്ളിയും. ഇനി നമുക്കിതിലേക്ക് ഒരു കൈൻ്റെ ഒരു പിടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ 2 കഷ്ണം ഇഞ്ചി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 2 തക്കാളി, അതുപോലെ ഒരു വലിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പില. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയുള്ളി അതുപോലെ വലിയുള്ളി നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയുള്ളിയും വലിയുള്ളിയും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തക്കാളിയും പച്ചമുളകും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതക്കല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. നമുക്ക് അരച്ച് ചേർക്കുന്നതിലേറെ നല്ലത് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് അരഞ്ഞൊന്നും പോകണ്ട. അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് തയ്യാറാക്കുന്ന കുക്കറിലാണ് കേട്ടോ. നമുക്കിത് കുക്കറിൽ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കുക്കറൊന്ന് ചൂടായപ്പോൾ നമ്മൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചാൽ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉള്ളിലേക്ക് ഒന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുക്കറൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കട്ടെ. കുക്കറിന്റെ വെയിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ ഇതുപോലെ ഒന്ന് മൂടി വെച്ചാൽ മതി. ഉള്ളി ഇവിടെ നല്ല രീതിയിൽ തന്നെ വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചപ്പൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളിയും പച്ചമുളകും ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതും ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിവിടെ നല്ല രീതിയിൽ തന്നെ വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് മുളക് പൊടി കുറച്ചാണ് ചേർക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് എരിവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് കൂടുതലും കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ ആ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ പച്ചപ്പ് പോകുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് ചാട്ടിറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് കഴുകി വെച്ചിട്ട് കുറേ നേരമായിട്ടോ. അപ്പം നിങ്ങൾ എത്ര നേരമാണ് കഴുകി വെച്ചത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കട്ടോ. നമുക്ക് ഇറച്ചിയിൽ നിന്ന് കുറച്ച് വെള്ളം ഊറി വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് നേരമായതുകൊണ്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് വിസിലടിപ്പിച്ചെടുക്കാം. ഞാൻ നേരത്തെ ഇടാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കട്ടോ. ഒരു 6 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ആടിനും ഓരോ വേവായിരിക്കും കേട്ടോ. നല്ല മൂത്ത ആടാണെങ്കിൽ ഇതിലേറെ വിസിലടുപ്പിച്ചെടുക്കേണ്ടി വരും കേട്ടോ. ഞാനിവിടെ എനിക്ക് കിട്ടിയത് ഇളയ ആടായതുകൊണ്ട് ഒരു 6 വിസിലാണ് അടുപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് വേവുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ നമുക്കതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്തിട്ട് നല്ലോണം കരിഞ്ഞു പോകാതെ ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് കല്ലിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് കല്ലില്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഒരുപാട് അങ്ങ് പൗഡർ ആവുന്നു വേണ്ട. ചെറുതായിട്ടൊന്ന് തരിതരിയായിട്ട് പൊടിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇറച്ചി ഇവിടെ ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 5 വിസിലായപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പോ അതുപോലെ മസാലകൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിവിടെ പൊടിച്ച് വെച്ച മസാല ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാല ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. ഇനി നമുക്ക് കുറവുണ്ടെങ്കിൽ ബാക്കി വെച്ച മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവുള്ളതുകൊണ്ട്. അതുപോലെ എരിവിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ നാടൻ ആട്ടിൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വറവാണ് കേട്ടോ. ചെറിയ ഉള്ളി ഒന്ന് നെയ്യിൽ വറുത്തെടുത്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുത്തോട്ടെ. എൻ്റെ കയ്യിൽ തീർന്നതുകൊണ്ട് അത് ചേർത്തിട്ടില്ല. ഉള്ളി മാത്രമാണ് വറുത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.